വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥനയിലും ആരാധനയിലും ഒരുമിച്ച് വരുമ്പോൾ ഹല്ലേലൂയ തന്റെ പ്രിയജനത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഹല്ലേലൂയ ഒരു നാഥൻ ഉണ്ട് എന്നുള്ളത് പിൽക്കാലങ്ങളിൽ നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ നാം വിവിധ സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നെങ്കിൽ തന്നെയും ഹല്ലേലൂയ നമ്മുടെയൊക്കെ നടുവിൽ ഹല്ലേലൂയ നമ്മുടെ സമീപേ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മെ വിടുവിപ്പാനായി നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ കർത്താവ് തന്റെ ശാശ്വതമായ ഭുജം നീട്ടി വിടുവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ളതായ അല്പസമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ അല്പസമയ ദൈവവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ ഹല്ലേലൂയ 2 വാക്യങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 2 വാക്യങ്ങളിലൂടെയുള്ള ദൈവവചന സന്ദേശം ഒരു 2-3 സീരീസ് ആയിട്ട് ഇന്ന് ഇത് തീർക്കുകയില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ ഒരു 2-3 സെക്ഷനായി ഈ ഇന്ന് ചിന്തിക്കുന്ന വചന ഭാഗങ്ങൾ വരും ദിവസങ്ങളിലും തുടർച്ചയായി ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകളിലുള്ളതായ വിശുദ്ധ ബൈബിൾ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ഒന്ന് തുറന്നാട്ട് നമുക്ക് ദാനിയേൽ പ്രവചനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമുക്ക് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരിക്കലൂടെ പറയട്ടെ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യവും 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരിക്കലൂടെ 32-ാം വാക്യത്തിന്റെ ബി പാർട്ട് ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഈ വേദഭാഗത്തിനായി നമുക്കൊന്ന് കരമുയർത്തി ഇന്ന് രാത്രിയിൽ കർത്താവിനെ നമുക്ക് ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ആ വിശുദ്ധ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവമക്കൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, തിരുപാദത്തിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ സന്നിധിയോടെ അടുത്തു വരുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട സാവകാശത്തിനായി ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ജോലിയുടെ ബദ്ധപ്പാടുകളൊക്കെ കഴിഞ്ഞ് ക്ഷീണമുണ്ട് പലർക്കും. അതൊക്കെ വകവയ്ക്കാതെ ഇന്ന് രാത്രിയിൽ വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഹല്ലേലൂയ ലഭിച്ച അവസരങ്ങൾ പാഴാക്കാതെ അല്പസമയം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള ഹൃദയത്തിന്റെ വലിയ വാഞ്ചയോടെ ഇന്ന് രാത്രി തിരുസന്നിധിയിലായിരിക്കുന്ന നിന്റെ ജനത്തോട് കർത്താവ് മനസ്സലിയണമേ എന്നവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വായിച്ച വചനം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ വചനത്തിൽ ആഴമായി മറഞ്ഞു കിടക്കുന്ന ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന സർവ്വജനത്തിന്റെ മേലും ഒന്ന് വ്യാപരിക്കപ്പെടുവാനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ അവിടുന്ന് തന്നെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾക്ക് ഈ വേദഭാഗം വിഭാഗിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ഹല്ലേലൂയ. വചനം അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നുവെന്ന് വചനത്തെ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന്
രാത്രിയിൽ അവിടുത്തെ വിശുദ്ധ തിരുവെഴുത്തുകളെ ഞങ്ങൾ തെളിയിക്കുമ്പോൾ ആത്മാവിന്റെ തീയുടെ പ്രവാഹം ഹല്ലേലൂയ ദൈവജനത്തിന്റെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഹല്ലേലൂയ അതൊന്ന് കത്തിജ്വലിച്ച് ഹല്ലേലൂയ ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യത്താൽ നിറയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്നവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തെ തന്നെ ചോദിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ. നാം വായിച്ച ഈ വേദഭാഗത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഈ പ്രത്യേകമായ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: Those people who know their God will display strength and take action എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. നാം വായിച്ച വേദഭാഗം നാം ഇന്ന് രാത്രിയിൽ ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗത്തെ 3 ഭാഗമായി തിരിച്ച് അല്ലെങ്കിൽ ഈ വചനഭാഗത്തിൽ കണ്ടേനായി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ഏറ്റവും പ്രഥമമായി ഈ വേദഭാഗത്ത് ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദേശമാണ് ദൈവത്തെ അറിയുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. 2, ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ വലിയ സന്ദേശമാണ് ദൈവത്തെ അറിയുന്ന, ആ ദൈവത്തെ അനുഭവിച്ചറിയുന്ന ജനത്തിന് മേൽ വെളിപ്പെടുന്ന ദൈവശക്തി. ഹല്ലേലൂയ. 3-മതായി ദൈവത്തെ അറിഞ്ഞ ജനത്തിന് മേൽ വെളിപ്പെടുന്ന ശക്തി 3-മത്തെ സന്ദേശം നൽകുന്നു. അവർ കർത്താവിനായി വീര്യം പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, when we are strong in the Lord, knowing him, hallelujah, we shall exploit for God. hallelujah. നാം കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിപ്പാനായിട്ട് ഇടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ 3 ഭാഗങ്ങളും ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയം അധികമില്ലാത്തതിനാൽ ദൈവം സഹായിച്ചാൽ ഈ 3 ഭാഗങ്ങളും അല്പമായി വരും ദിവസങ്ങളിൽ ഒരു സീരീസ് എന്ന പാമ്പെണ്ണോ നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം പഴയ തിരുവചനത്തിന്റെ 1-ാം ഭാഗമായ പഴയ നിയമ പുസ്തകങ്ങളിലുള്ള 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് അതിന്റെ 11-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണല്ലോ നമുക്ക് വായിപ്പാനായിട്ട് ഇടയായത്. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് ദാനിയേലിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ പ്രവചന സൂക്തങ്ങളെ 2 ഭാഗമായി തിരിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 1-ാം ഭാഗത്തെ ദ ഹിസ്റ്റോറിക്കൽ പ്രോഫസി അല്ലെങ്കിൽ ചരിത്രപരമായ പ്രവചനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ചരിത്രപരമായ പ്രവചനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്രോഫസി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ആത്മാവിൽ ദാനിയേലിന് വെളിപ്പെടുത്തിക്കൊടുത്ത ഏത് പ്രവചനമാകട്ടെ, ഹിസ്റ്റോറിക്കൽ പ്രോഫസി എന്ന് പറയുന്നത് ഓൾറെഡി ദൈവം നിവർത്തീകരിക്കപ്പെട്ടതായ പ്രവചനങ്ങളെയാണ് ചരിത്ര പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നിവർത്തീകരിക്കപ്പെട്ടതായ പ്രവചനങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2, ഈ ദാനിയേൽ പ്രവചനത്തിന്റെ 2-ാം ഭാഗമായി പറയുന്ന പ്രവചനങ്ങളെ പ്രോഫറ്റിക്കൽ പ്രോഫസി അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുവാനായി ഇരിക്കുന്നതായ പ്രവചനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി ദാനിയേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആത്മാവിൽ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തതായ പല പ്രവചനങ്ങളും അതിന് നിശ്ചയിച്ച സമയത്ത് തന്നെ അതുപോലെ അത് നിവർത്തീകരിക്കപ്പെട്ടൊരു ചരിത്രമായി ദൈവമക്കളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ചരിത്രമായി അവൻ അരുളി ചെയ്ത പ്രവചനങ്ങൾ, സംഭവിച്ചതായ പ്രവചനങ്ങൾ വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യമുണ്ട്. ഇല്ലെങ്കിൽ ആത്മാവ് അടിവരയിട്ട് പറയുന്ന ഒരു സത്യം എന്ത് എന്ന് ചോദിച്ചാൽ ഇനിയും നിവർത്തീകരിക്കപ്പെടുവാനുള്ള
അവന്റെ നാവിൽ നിന്ന് അവൻ അരുളി ചെയ്തിട്ടുള്ളതായ പ്രവചനങ്ങൾ ഓരോന്നും അതിൻ്റെതായ സമയത്ത് നിവർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അത് വിളിച്ചു പറയുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവിടെ നമുക്ക് ആളുകളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വലിയ ആത്മീക സത്യം കൂടെയുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. പിൽക്കാലങ്ങളിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നിവർത്തീകരിച്ചു തന്നിട്ടുള്ള ഓരോ വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ വിരൽ ചൂണ്ടി നമ്മെ കാണിക്കുന്നത് ഇനിയും ശേഷിക്കുന്ന വാഗ്ദത്തങ്ങളും അതുപോലെ തന്നെ മാറ്റമില്ലാത്ത നിലയിൽ നമുക്ക് നിവർത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആഴമായി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഇന്നലകളിൽ നിനക്ക് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ മറുപടികൾ ഹല്ലേലൂയ വരുവാനുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക് ഒരു പൊരുളായി നിൽക്കുകയാണ്. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ആ വിശുദ്ധ കരമൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഓ വാഗ്ദത്തങ്ങൾ ഇനിയും നിവർത്തീകരിക്കപ്പെടുവാനുള്ളതിനെ ഓർത്ത് ഇനി ലഭിക്കുവാനുള്ള മറുപടികളെ ഓർത്ത് നന്ദിയോടെ ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ദൈവമക്കളൊക്കെ ഒന്ന് കരമുയർത്തിയാട്ട് ആരും മൗനമായിരിക്കാതെ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം നിങ്ങളുടെ റൂമിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചേർന്നാകാം ഈ വചനഭാഗം നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ രണ്ടു കരമൊന്ന് ഉയർത്തിക്കൊണ്ട് ധൈര്യത്തോടെ പറ. നിവർത്തീകരിക്കപ്പെടുവാനുള്ള ഓരോ വാഗ്ദത്തങ്ങളും അതിൻ്റെതായ നിലകളിൽ അതിൻ്റെതായ സമയങ്ങളിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിവർത്തീകരിക്കപ്പെടുവാനുള്ള ദൈവവചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശേഷം നാം വായിച്ച വേദഭാഗത്തിന്റെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രത്യേക 11-ാം അധ്യായത്തിൽ നിവർത്തീകരിക്കപ്പെടുവാനുള്ള ഒരു മഹാസംഭവത്തെ ദാനിയേൽ അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാഘട്ടകാലത്തെ ഹല്ലേലൂയ ദാനിയേൽ ആത്മാവിൽ വരുവാനിരിക്കുന്ന ഒരു സംഭവമായി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. യഹൂദ ജനത്തെ ബന്ധപ്പെട്ട് അവിടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ഭയാനകമായ വേദനാജനകമായ ഭീതിപ്പെടുത്തുന്നതായ ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ലാത്തതായ ഒരു കാലഘട്ടം അവിടെ മുമ്പിൽ വരും എന്ന് ആത്മാവിന്റെ ദൂതുപോലെ ദൈവാത്മാവിലൂടെ ദാനിയേൽ ദൈവജനത്തോട് അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുവാനായി ആഗ്രഹിക്കുന്നില്ല. എന്നെങ്കിലും ദാനിയേൽ പ്രവചനം നമുക്ക് പഠിപ്പാൻ അവസരം ലഭിച്ചാൽ അന്ന് നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിപ്പാനായിട്ടിടയാകട്ടെ. ഹല്ലേലൂയ. എന്നാൽ ആ മഹാസംഭവത്തിന്റെ നടുവിൽ ഹല്ലേലൂയ വഷളാക്കുന്നവൻ അതിന്റെ പ്രഭയോട് അതിന്റെ ശക്തിയോട് ജനത്തെ വഞ്ചിപ്പാൻ ഇറങ്ങി വരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തെ അറിയുന്ന ഒരു വിഭാഗം ഹല്ലേലൂയ ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു വിഭാഗം ഹല്ലേലൂയ ധൈര്യത്തോടെ ശക്തിയോടെ നിന്ന് അവരുടെ ആക്ഷൻ കർത്താവിന് വേണ്ടി കാണിക്കുമെന്നുള്ള ഒരു ദൂതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് എത്ര ദൈവമക്കൾക്ക് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ വ്യക്തമായി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം വരെ മാത്രമല്ല വരുവാനിരിക്കുന്ന കാലഘട്ടങ്ങളിലും ദൈവത്തിനായി ദൈവം കരുതി വെച്ചൊരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. അതിന്റെ സംഖ്യ അല്ല നോക്കുന്നത്, ഒരു ന്യൂനപക്ഷമായ ഒരു വിഭാഗം. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഏത് കട്ടളുകളുടെ നടുവിലും ഹല്ലേലൂയ യാതൊന്നിനും അവരെ പുറമോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. കാരണം അവർ ദൈവത്തെ അറിയുന്ന ജനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. Glory to God. ആ ഭയാനകമായ കാലഘട്ടത്തിൽ കർത്താവിനെ അറിയുന്ന ഒരു ജനം കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 സന്ദേശങ്ങളിലെ ഒരു സന്ദേശം ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്ര ഭയാനകമായ കാലഘട്ടത്തിലും ഹല്ലേലൂയ
ഹാലലൂയ, ഒരു സമൂഹം ധൈര്യത്തോടെ നിൽക്കുവാൻ ഹാലലൂയ കാരണം ഒന്ന്, ഹാലലൂയ, ദൈവത്തെ അറിയുന്ന ഒരു സമൂഹം. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ജീവിതത്തിൽ അറിയുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവമക്കളൊക്കെ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, ഒരിക്കലൂടെ ഒന്ന് ശക്തിയോടെ ഒന്ന് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, നാം ആയിരിക്കുന്ന ഈ ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അറിവിന്റെ ഉയർച്ചയുടെ ഔന്നത്യത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും അധിവസിക്കുന്നത്. സ്തോത്രം. ഹാലലൂയ, മനുഷ്യൻ തങ്ങളുടെ വിവിധ മേഖലകളിൽ അറിവിനെ അന്വേഷിച്ച് ഇന്ന് ഹാലലൂയ അവർ നെട്ടോട്ടമോടുകയാണ്. സ്തോത്രം. ഹാലലൂയ, പ്രാപിച്ച അറിവ് പോരാ എന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും അറിവ് നേടുവാനായി, പലതും അറിയുവാനായി മനുഷ്യർ വെമ്പൽ കൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ്. സ്തോത്രം. ഹാലലൂയ, അതിനുവേണ്ടിയുള്ള മനുഷ്യന്റെ നെട്ടോട്ടത്തെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹാലലൂയ, ഓ ഗ്ലോറി ടു ഗോഡ്. ഹാലലൂയ, അതിനുവേണ്ടി എന്തും മുടക്കുവാൻ, എന്തു വിലകെടുക്കുവാനും അവർ തയ്യാറാണ്. സ്തോത്രം. ഹാലലൂയ, എന്നാൽ ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ജീവിതത്തിൽ നാം ഏറ്റവും ആഴമായും യഥാർത്ഥമായി അറിയേണ്ടതായ എന്തെങ്കിലും ഉണ്ടോ? ഹാലലൂയ, ഇന്ന് രാത്രിയിൽ എല്ലാം നാം അറിഞ്ഞില്ലെങ്കിലും ഹാലലൂയ, ഈ ലോകത്തിൽ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ എല്ലാം അറിഞ്ഞില്ലെങ്കിലും അതൊന്നും എന്റെ ജീവിതത്തിൽ എഫക്റ്റ് ആകുന്നില്ല. സ്തോത്രം. ഹാലലൂയ, എന്നാൽ അറിയേണ്ടത് നാം അറിയാതിരുന്നാൽ, ഹാലലൂയ, അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ നാം അറിയാതിരുന്നാൽ അത് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും അത് നമ്മെ ഹാലലൂയ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വചനം വ്യക്തമായി വിളിച്ച് പറയുന്നു. സ്തോത്രം. ഹാലലൂയ, ഈ ലോകത്തിലെ ചിലതൊക്കെ അറിഞ്ഞിട്ട് അറിയേണ്ടത് അറിയാതെ ഈ ലോകത്തിൽ നാം ജീവിച്ചാൽ ഹാലലൂയ നമുക്ക് പലതും വിലയേറിയത് ജീവിതത്തിൽ നഷ്ടപ്പെടും എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ, ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാകുന്ന ദൈവമക്കള് ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹാലലൂയ, വ്യക്തമായി നമ്മുടെ ഈ താൽക്കാലിക ജീവിതത്തിൽ, ഈ നൈഷമീയമായ ഈ ലോകത്തിൽ, ഈ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ എന്താണ് നാം ഏറ്റവും കൂടുതൽ അറിയേണ്ടതായിട്ടിരിക്കുന്നത്? സ്തോത്രം. ഈ അറിയേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രഥമമായിരിക്കുന്ന കാര്യം എന്താണ്? ദൈവവചനം ഇവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നു, നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമമായും ഏറ്റവും ആവശ്യമായും അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉടയവരെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ രക്ഷിതാവിനെ, നമ്മെ തെരഞ്ഞെടുത്ത് ഇന്നാക്കി വച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിനെ അറിയുവാൻ കഴിയുന്നതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നതെന്ന വചനം ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം. ഹാലലൂയ, മനസ്സിലായവര് ഒരിക്കലൂടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹാലലൂയ, എനിക്ക് വ്യക്തമായിട്ടറിയാം ഇന്ന് രാത്രി ഞാൻ വചനം പ്രസംഗിക്കുന്നത് ഒരു വിശ്വാസ സമൂഹത്തോടെയാണ്. സ്തോത്രം. നമ്മളൊക്കെ കർത്താവിനെ അറിയുന്നവരാണ്. സ്തോത്രം. ഹാലലൂയ, എന്നാൽ ഇന്ന് രാത്രിയിൽ അതൊന്ന് വ്യക്തമാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അറിയുക എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള അറിവിനെയല്ല അത് ചൂണ്ടിക്കാണിക്കുന്നത്. സ്തോത്രം. ഹാലലൂയ, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുള്ളതുപോലെ പിശാചിനും അറിവുണ്ടെന്ന് കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള കേവലം ഒരു നോളജ് അല്ല നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്, അവനെ അറിയുന്ന, അവനെ രുചിച്ചറിയുന്ന, അവനെ അഭേദ്യമായി നാം ഒന്നും അറിഞ്ഞനുഭവിക്കുന്ന ഒരറിവിലേക്ക് ദൈവസഭ ഈ നാളുകളിൽ മടങ്ങി വരുവാൻ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹാലലൂയ, ഓ റിബാന ചന്ദൽ കൗഡബ. ഹാലലൂയ, അറിയേണ്ടവരെ അറിയേണ്ടതുപോലെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം. ഞാൻ ഒരു സംഭവം അതിലെ ചരിത്രം വായിപ്പാനായിട്ടിടയായി. ഒരിക്കലൊരു ദൈവ മനുഷ്യൻ ഒരു ഭവനത്തിൽ പോയി അവന്റെ കതക് കെട്ടുവാനായിട്ടിടയായി. കതക് കെട്ടി ഒരു സ്ത്രീ ആ ഭവനത്തിൽ നിന്ന് പുറത്തു വന്നു. വാതിൽക്കൽ നിൽക്കുന്ന മനുഷ്യൻ തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നതായ ആ ട്രാക്ട്
അത് ആ സ്ത്രീക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ കർത്താവിനെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. രോഷാകുലയായ സ്ത്രീ പെട്ടെന്ന് കതകുകൾ തള്ളി അടച്ചിട്ട് അകത്തേക്ക് പോകുവാനായിട്ടിടയായി. ആ മനുഷ്യൻ, ആ ദൈവ മനുഷ്യൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. എന്നാൽ അന്ന് രാത്രിയിൽ ആ സ്ത്രീക്ക് വളരെ ഹൃദയത്തിൽ ഭാരമുണ്ടായി. തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ അവൾ സംഭവിച്ച കാര്യം തന്റെ ഭർത്താവിനോട് പറയുവാനായിട്ടിടയായി. അവൾ പറഞ്ഞു, ഇന്ന പോലെ ഒരാൾ ഇന്ന് വാതിൽക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നോട് ചോദിപ്പാനായിട്ടിടയായി. സ്തോത്രം. ആ ഭർത്താവ് അവളോട് പറഞ്ഞു, ആ ഭാര്യയോട് പറഞ്ഞു, നീ മറുപടി കൊടുത്തില്ലേ? ഹല്ലേലൂയ, നീ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റേതായ മെമ്പർഷിപ്പ് നിനക്കുണ്ട് എന്നുള്ളത്. അവൾ പറഞ്ഞു, ദയനീയമായി ഭർത്താവിനോട് പറഞ്ഞു, ആ വന്ന മനുഷ്യൻ അതല്ല എന്നോട് ചോദിച്ചത്, നിങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. സ്തോത്രം. അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ഭാര്യയോട് പറഞ്ഞു, നിനക്ക് പറയാൻ വയ്യായിരുന്നു, ഞാൻ കർത്താവിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, പലതും പ്രവർത്തിക്കുന്നുണ്ട്, പലതും കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവൾ ദയനീയമായി ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്നതല്ല അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ കർത്താവിനെ അറിയുന്നു എന്നാണ് ചോദിപ്പാനായിട്ടിടയായത്. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ദൈവമക്കളോട് അതിൽ കൂടെ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ളതായ അറിവുകൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ വാക്യഭാഗങ്ങളുടെ നോളജുകൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. ആ അറിവിനെ കുറിച്ചല്ല ഇന്ന് രാത്രി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അറിവ് നമുക്ക് വേണം. ആ അറിവ് അവിടെ കൊണ്ട് നിർത്താതെ നാം അടുത്തത് അറിയേണ്ടത് ഈ ദൈവത്തെ വ്യക്തിപരമായി, പേഴ്സണലായി, ഹല്ലേലൂയ, അഭേദ്യമായി ഒന്നറിയുന്ന ഒരനുഭവത്തിലേക്ക് നാം എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്ന ഈ ദൈവ സന്ദേശം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലൂടെ കർത്താവിനെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഒന്ന് കരമുയർത്തേ ദൈവത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെടുക എന്ന് മാത്രമല്ല, ദർശനങ്ങളുടെ വെളിപ്പാടുകളുടെ ഒരു വലിയ ഹല്ലേലൂയ കാഴ്ചപ്പാടുള്ള ദൈവമനുഷ്യൻ. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് നിലവിളിയോടെ പ്രാർത്ഥിച്ച വിഷയം എന്തായിരുന്നു? കർത്താവിനെ കുറിച്ചുള്ള അറിവില്ലാഞ്ഞിട്ടാണോ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ ഇടയായത്? പൗലോസിന്റെ കാരാഗ്രഹ 4 പ്രാർത്ഥനകളില് ഒരു പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു? ഹല്ലേലൂയ. എന്റെ ദൈവത്തെ എനിക്കറിയണം. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് ആഴമായ അറിവുള്ള പൗലോസിന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന, ദൈവമേ എന്റെ കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് അറിയണം. ഹല്ലേലൂയ. ആ അറിഞ്ഞ പൗലോസ് തന്റെ ജീവിത സായാഹ്നത്തിൽ 2 തിമോഥെയോസിന്റെ ലേഖനം 1:12 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതികൂലത്തിന്റെ അതിഭീകരമായ അവസ്ഥയിൽ ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി താൻ നേരിട്ട തന്റെ കഷ്ടതയുടെ തീച്ചൂളയിൽ ഹല്ലേലൂയ അതിനെ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ അറിയുന്നു, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്, അവനാണ് എന്റെ ഉപനദി അവസാനത്തോളം കാപ്പാൻ അവർ ശക്തൻ തന്നെ. ഇന്ന് രാത്രിയിൽ ആ അറിയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവൈദ്യന് മാത്രമേ നിന്റെ പ്രതികൂലത്തിൽ നിനക്ക് നിൽക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പ്രതിസന്ധി ഒന്ന് മാറി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതൽ ആ വിഷയങ്ങളൊന്നും അവനെ ചലിപ്പിക്കുവാനായിട്ടിടയാകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒരിക്കലൂടെ ഒന്ന് സ്തോത്രം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അറിയുക എന്ന് പറഞ്ഞാൽ അവനെ രുചിച്ചറിയുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അറിയുക എന്ന് പറഞ്ഞാൽ ഇന്റിമസിയായി, വ്യക്തിപരമായി ഓരോ ദിവസവും അവനോട് ചേർന്ന്, അവനോട് സംസാരിച്ച്, അവന്റെ കൂട്ടായ്മ ആചരിച്ച്, അവന്റെ വചനങ്ങൾ കേട്ട്, ഹല്ലേലൂയ, നാൾതോറും ആനോക്കിനെ പോലെ അവനോട് പാറ്റി നിന്ന് അവൻ അറിയുന്ന ഒരാഴമേറിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നിലയിലേക്ക് ഈ നാളുകളിൽ ദൈവമക്കൾ മടങ്ങി വരട്ടെ എന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഊരാബാന ശന്തൽ കൗഡാബാബ. ഓ ഗ്ലോറി ടു ഗോഡ്. എന്താ ദൈവമക്കളെ, ദൈവ
ദൈവത്തെ അറിഞ്ഞാലുള്ള ഗുണങ്ങൾ ഹല്ലേലൂയ അവിടെ വ്യക്തമായി പറയുന്നു. ദൈവത്തെ അറിയുന്നവന്റെ പേർ ഹല്ലേലൂയ ഒരു വലിയ ശക്തി ദൈവം അയപ്പാനായിട്ടിടയാകും. ഹല്ലേലൂയ. They will be strong. ഹല്ലേലൂയ. ആ ശക്തി മറ്റൊരു ശക്തിയുമായി തുലനം ചെയ്യുന്നതിനും അപ്പുറമായ ഒരു ദൈവശക്തി അവനിലേക്ക് വ്യാപരിക്കപ്പെടുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ വലിയ ശക്തി അനുഭവിപ്പാൻ കഴിയാതെ ഹല്ലേലൂയ എത്രയോ സന്ദർഭങ്ങളിൽ പ്രതികൂലത്തിന്റെ നടുവിൽ നാം വ്യാകുലചിത്തരായി ഭാരപ്പെടുന്നവരായി ഏലിയാവിനെ പോലെ മതി കർത്താവേ എന്ന് പറഞ്ഞ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു വെല്ലുവിളി പോലെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ യഥാർത്ഥമായി അതിന്റെ ആഴങ്ങളിൽ അറിയുന്ന ഒരു ദൈവവൈതൽ യാതൊന്നിനെ ഭയപ്പെടുന്നവനല്ല. ഹല്ലേലൂയ. അവനെ ഭീതിപ്പെടുത്താൻ കഴിയുകയില്ല. അവൻ ഒന്നിനാലും വ്യാകുലപ്പെടുന്നവനല്ല. കാരണം ആ അറിയുന്ന അനുഭവത്തിലൂടെ അവനിലേക്ക് വ്യാപരിക്കുന്ന ഒരു വലിയ ദൈവ ശക്തിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. Glory to God. ഇന്ന് രാത്രിയിൽ ആ വലിയ ദൈവശക്തി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത് പോലെ പതറുകയില്ല ഞാൻ പ്രതികൂലങ്ങൾ അനവധി വന്നിടിലും ഹല്ലേലൂയ വീഴുകയില്ല ഞാൻ ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. കഷ്ടങ്ങൾ അനവധി വന്നിടിലും കാരണമെന്താ? ഹല്ലേലൂയ. എന്താണ്ട് പോറ്റിടും, എന്താണ്ട് കാത്തിടും. ഹല്ലേലൂയ. എൻ പ്രിയൻ എന്നെ നടത്തിടും അന്ത്യം വരെയും. ഹല്ലേലൂയ. ഓ ഹിവാരഗാധനെ ആ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്ര ദൈവമക്കൾ ഇന്നു രാത്രി അത് പറയുവാനായിട്ടിടയാകുന്നു. ഹല്ലേലൂയ. ഇല്ല, ഓ പ്രശ്നങ്ങളാൽ, രോഗങ്ങളാൽ, കഷ്ടതകളാൽ, വേദനകളാൽ, ഭീതിപ്പെടുത്തുന്ന ലോക സംഭവങ്ങളാൽ ഞാൻ പതറുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, ഞാൻ തളരുകയില്ല. ഹല്ലേലൂയ. എൻ കാന്തനെ പോറ്റിടും, എൻ കാന്തനെ കാത്തിടും. ഹല്ലേലൂയ. മരണം വരെയും അവനെ നടത്തുവാൻ ശക്തനെന്ന് ഇന്നു രാത്രിയിൽ എത്ര ദൈവമക്കൾ വിളിച്ചു പറയും. ഹല്ലേലൂയ. ഓ ഹിബാന ശന്തൽ കൗഡബാബ ഇന്നു രാത്രിയിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നീറുന്ന ഹൃദയത്തോടെ വ്യാകുലരായി ഭാരപ്പെടുന്നവരായി എന്തുകൊണ്ട് എനിക്ക് അത് നേരിടാൻ കഴിയാതെ പോകുന്നു, എന്തുകൊണ്ട് എനിക്കതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ പോകുന്നു, എന്തുകൊണ്ട് എനിക്കതിനെ നേരിടുവാൻ കഴിയാതെ ഒരനുഭവത്തിലേക്ക് ഞാൻ പോകുന്നു? കാരണം മറ്റൊന്നുമല്ല, നീ വിശ്വസിക്കുന്ന കർത്താവിനെ നീ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആഴമായി അവനെ ഒന്ന് അറിഞ്ഞാട്ട്, ആഴമായി അവനെ ഒന്ന് രുചിച്ചറിയുവാൻ, ആഴമായി അവനെ ഒന്ന് മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ അവന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ മേൽ ഒരു പ്രത്യേകമായ ദൈവശക്തി ഇന്ന് രാത്രി കർത്താവ് പകർന്നു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ റിബാന ശാന്താരഗാധന ജല ദൈവത്തെ അറിയുക. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ അറിവിനെ കുറിച്ചല്ല അത് പറയുന്നത്. അവനെ ഇന്റിമസിയായിട്ടൊന്ന് അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഒന്ന് എത്തിച്ചേരുവാൻ എങ്ങനെയാണ് കർത്താവിനെ ഇന്റിമസിയായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്? ഓ ഹാൽ എങ്ങനെ, എപ്രകാരം, ഏത് നിലകളിലൂടെ ഇന്റിമസിയായിട്ട് ഈ ദൈവത്തെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. എന്നുള്ളതൊക്കെ നമുക്ക് പുറകാലെ ചിന്തിക്കാം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആളെ ശാന്തമായി ആളുടെ കണ്ണുകളെ നടച്ച് ഹൃദയമൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസിനെ പോലെ ഈ ദീർഘവർഷത്തെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് വലിയ നോളജ് നമുക്ക് കണ്ടേക്കാം. ഹല്ലേലൂയ. അവനെ കുറിച്ചുള്ളതായ ഒരു വലിയ ജ്ഞാനം നമുക്കുണ്ടായേക്കാം. ഹല്ലേലൂയ. എന്നാൽ ചോദ്യം അവനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ടോ എന്നുള്ളതല്ല, യഥാർത്ഥമായി നിങ്ങൾ അവനെ അറിയുന്നു. ഹല്ലേലൂയ. ഓ ഹിബന ഹശരാദലരഗതുരേരിബേ ഇന്ന് രാത്രി ദൈവമേ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. എന്റെ കേവലം അറിവുകൾ എന്റെ പ്രതികൂലത്തിൽ എനിക്കൊരിക്കലും ഒരു ബലമായി മാറുകയില്ല. ഹല്ലേലൂയ. എന്നാ അവനെ അറിയുന്ന അനുഭവം, അവനെ രുചിച്ചറിയുന്ന അനുഭവം. ഹല്ലേലൂയ. പൗലോസിനെ പോലെ
എനിക്കും എന്റെ പ്രതികൂലങ്ങൾ എനിക്ക് പറയുവാൻ ബലം തരുന്നു. അത് മറ്റൊന്നുമല്ല, ഞാൻ അറിയുന്നു ഞാൻ ആരെ അവിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് എന്റെ ഉപനത് അവസാനത്തോടെ കാപ്പാൻ അവൻ ശക്തൻ തന്നെ. ഹല്ലേലൂയ. അതല്ലേ പൗലോസ് ഒരിക്കൽ ഞാൻ മുമ്പൊരിക്കൽ ഓർപ്പിച്ചതുപോലെ കപ്പൽ തകരുമെന്ന് പറഞ്ഞപ്പോൾ തനിക്കും തന്നോടൊപ്പം ഉള്ളവർക്കാർക്കും ഒരു കേടും വരികയില്ല എന്ന് ദൈവം ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞത് ഇത്രമാത്രം ഉറപ്പിച്ച് വിശ്വസിച്ച് ജനത്തോട് പറയുവാൻ തനിക്കുണ്ടായ കാരണമെന്താ? പിൽക്കാലങ്ങളിൽ അവന്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ ആഴമായി യേശുവിനെ അറിഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. എന്റെ ഉടയവന എന്നോട് വന്ന് പറഞ്ഞതെന്ന് ധൈര്യത്തോടെ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവമോ എന്നോട് പറഞ്ഞതെന്നൊന്ന് പറയുവാൻ ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ധൈര്യപ്പെടും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ, അടിയനെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഒന്ന് കൈവകരങ്ങളെ കേൾപ്പിച്ച് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓ ഹല്ലേലൂയ. മുട്ടുമേലിരിക്കാവുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം, ഒരു മിനിറ്റെങ്കിലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് മുട്ടുമേലിരുന്നാട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക ശക്തി ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ ആ വലിയ അത്യന്ത ശക്തി ഇന്ന് രാത്രി വ്യാപരിപ്പാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്ന് താഴ്ത്തി ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഏൽപ്പിക്കാം. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട നിന്റെ സർവ്വജനത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. ഈ ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് തന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓ പ്രതികൂലത്തിന്റെ ഭയാനകമായ കാലഘട്ടത്തിലും പ്രതിസന്ധി പിശാച് അതിന്റെ ശക്തിയോട് അടിച്ചുവിടുന്ന കാലഘട്ടത്തിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് വചനത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിന് വിരോധമായി, ഞങ്ങളുടെ യാത്രകൾക്ക് വിരോധമായി, ഞങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വിരോധമായി ഓ ഹിബനഹെച്ചരാജക ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങളെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന അന്ധകാര ശക്തികളുടെ നടുവില് ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ അറിയുന്നു ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്. സ്തോത്രം. ആഴമേറിയ ആത്മീക ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി എല്ലാവരും അവിടുന്ന് കൊണ്ടുവരുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ നിന്റെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അതിന് അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടുത്തെ അച്ഛന്റെ ശക്തി നിന്റെ ജനത്തിനുമേ വെളിപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ താഴ്ത്തുന്നു, കൃപയാൽ നിറയ്ക്കും. അവിടുത്തെ ആ കരം പിടിച്ച് ഞങ്ങളെ വീണ്ടും മുന്നോട്ട് നടത്തണമേ. സകലതും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന് ചോദിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ.